എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാ പരിശുദ്ധമായ ദുൽഹജ്ജ് 9-ാമത്തെ രാവിലാണ് ഞാനും നിങ്ങളുമുള്ളത്. നമ്മളിന്ന് പെരുന്നാളിൻ്റെ രാത്രിയിലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അറഫയുടെ നോമ്പ് പിടിച്ച് അൽഹംദുലില്ലാ അള്ളാഹുവിനോട് ജീവിതത്തിൽ ചെയ്തു പോയ പോരായ്മകൾ മുഴുവനും ഏറ്റുപറഞ്ഞ് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ച് നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ കയറിയവരാണ് ഞാനും നിങ്ങളും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും കിടക്കുന്നില്ല. കാരണം നാളെ രാവിലെ പെരുന്നാളാണ്. ആ പെരുന്നാളിൻ്റെ സന്തോഷത്തിൻ്റെ ഇടയിൽ അൽഹംദുലില്ലാ ഇന്നത്തെ ഒരു രാവ് ദുആഇക്ക് ഇജാബത്തുള്ള രാവായതുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആഇക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന 2 ദിവസങ്ങളാണ് പെരുന്നാളിൻ്റെ രാവ്, പെരുന്നാളിൻ്റെ തലേ ദിവസം. അപ്പോൾ അൽഹംദുലില്ലാ ദുആയുടെ പ്രതീക്ഷയിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഖത്തമോദി വെച്ചിട്ടുണ്ട്. ആ ഖത്തത്തിൻ്റെ ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ഇന്നിവിടുന്ന് പിരിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും സർവ്വ ശർറു മുസീബത്തുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമ്മളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യുവാൻ, ആ മുത്തുനബിയുടെ റൗളാ ഷരീഫിന്റെ ചാരത്ത് നിന്ന് സലാം പറയാൻ കാരുണ്യവാനായ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാ ഇന്ന് എവിടെ നോക്കിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളികളിലൊക്കെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് തക്ബീറിന്റെ ധ്വനികളാണ്. അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള തക്ബീറുകളാണ്. അൽഹംദുലില്ലാ ഇനി 3 ദിവസത്തോളം പള്ളികളിൽ നിസ്കാരം കഴിയുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ മിനാരങ്ങളിലൂടെ സാധാരണ പെരിയ പെരുന്നാളിൻ്റെ തലേ ദിവസം അറിയാം, പള്ളിയുടെ മിനാരങ്ങളിലൂടെ തക്ബീറുകൾ വിളിച്ചു പറയുന്ന വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളും കുട്ടികളും പോലും ആ തക്ബീറിന്റെ ധ്വനികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ആ ഒരു പെരുന്നാളിന്റെ സന്തോഷം, നാളെ പെരുന്നാളാണ്, അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ സാഹചര്യങ്ങളും മറ്റുള്ളങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ഇന്നത്തെ ലോക്ക്ഡൗണും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ആയപ്പോൾ പള്ളികളൊക്കെ അൽഹംദുലില്ലാ എങ്കിലും നമ്മുടെ ഗവൺമെന്റിന് 40 പേർക്കെങ്കിലും നിസ്കരിക്കുവാനുള്ള സൗകര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം നാളെ അൽഹംദുലില്ലാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ ഇബാദത്തിലേക്ക് നമ്മൾ കടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ലാത്ത രീതിയിൽ നല്ലതുപോലെ നടത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എവിടെ നോക്കിയാലും ഈ സമുദായത്തിനെ ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥ. എല്ലാവരും ഒറ്റപ്പെടുത്താനാണ് നോക്കുന്നത് മുസ്ലിം സമുദായത്തിന്. അത് സംവരണത്തിൻ്റെ പേരിലാണെങ്കിലും മതപരമായ കാര്യങ്ങളിലാണെങ്കിലും ഏതൊരു വിഷയത്തിലാണെങ്കിലും ശത്രുക്കൾ നമ്മുടെ വിഷയത്തിൽ ഒറ്റക്കെട്ട. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ വിഷയം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ നമ്മുടെ ദീന് വലിയ പെരുന്നാൾ കടന്നു വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ഒറ്റയ്ക്കാണെങ്കിലും പൊരുതി ജയിക്കാൻ നമ്മൾ പഠിച്ചവരാണ്. നമ്മൾ ഒറ്റയ്ക്കാവുള്ളത് എന്നും ഒറ്റയ്ക്ക് തന്നെ. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ പൊരുതി ജയിക്കണമെന്ന സന്ദേശമാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് വലിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. നീ ഏകനാണെങ്കിലും, നിനക്ക് ആൾബലമില്ലെങ്കിലും, നിനക്ക് ആയുധമില്ലെങ്കിലും, നിനക്ക് അധികാരമില്ലെങ്കിലും, നീ വലിയ ശക്തനൊന്നുമല്ലെങ്കിലും നീ എങ്ങനെയും പൊരുതി ജയിക്കണമെന്നുള്ള സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഓരോ വർഷവും വലിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഏവർക്കും ആത്മാവിൽ ഒരു ധൈര്യം നൽകുന്നതിന് വേണ്ടി,
മനസ്സിലൊരു കുളിർമ നൽകുന്നതിന് വേണ്ടി, അവന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്കൊരു പ്രചോദനമായിട്ടാണ് ഓരോ വലിയ പെരുന്നാളും നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റയ്ക്ക് നിന്ന് പ്രപഞ്ചത്തോട് മുഴുവനും പോരാടി കാണിക്കാൻ നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കാണെങ്കിലും നിന്നെ കൊണ്ടത് കഴിയുമെന്ന് തെളിയിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ഊർജം നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്നതിന് വേണ്ടിയാണ് ബലിപെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒറ്റയ്ക്കാണെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, ആരൊക്കെ ഇല്ലെങ്കിലും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. നാം റബ്ബിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവന് വേണ്ടിയാണ് മരിക്കുന്നത്, അവന് വേണ്ടിയാണ് എന്റെ സർവ്വതും സമർപ്പിക്കുന്നത് എന്നുള്ള ഒരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ. എനിക്കും നിനക്കൊരു റബ്ബുണ്ട്. ആരൊക്കെ നിന്നെ കൈയൊഴിഞ്ഞാലും അല്ലാഹു നിന്നെ കൈയൊഴിയില്ല. ആ പടച്ച റബ്ബ് തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നിന്റെ സർവ്വതും ആ അല്ലാഹുവിന് വേണ്ടി നീ സമർപ്പിക്കണം. അത് ജീവിതമാകട്ടെ, മരണമാകട്ടെ, നിന്റെ സമ്പത്താകട്ടെ, നിന്റെ കുടുംബമാകട്ടെ, ഏത് കാര്യമാണെങ്കിലും നീ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ബലിപെരുന്നാളും എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ ഉണ്ടെങ്കിൽ ഒരല്പം പോലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടെങ്കിൽ തല്ലവന് തലോടായി തോന്നും. അതാ മനസ്സിലാക്കേണ്ടത്. എത്ര വലിയ തല്ലും തലോടല് പോലെ തോന്നും. അതുപോലെ തന്നെ പരിഹാസങ്ങൾ പ്രശംസയായി മാറും. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ക്രൂരമായ പീഡനവും അവനൊരു വലിയ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണയായി തോന്നും. മരണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന് ജീവനായി ജ്വലിച്ചുകൊണ്ട് നിൽക്കും. മരണം എന്ന് പറയുന്നത് പേടിച്ചു ഓടലല്ല. ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അവന് വലിയ ഒരു സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ബലിപെരുന്നാൾ ഇത് ഓർമ്മപ്പെടുത്താനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ പെരുന്നാൾ കടന്നു വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്മൾക്ക് ഓർമ്മ വരികയാണ്. ഇബ്രാഹിം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹാജറ ബീവി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട പൊന്നമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇവരെ ഓർമ്മിക്കാതെ, ഇവരെ അനുസ്മരിക്കാതെ, ഇവരുടെ ചരിത്രം പറയാതെ ഒരിക്കലും ബലിപെരുന്നാൾ നമുക്ക് ആഘോഷിക്കാൻ കഴിയില്ല. ആ ബലിപെരുന്നാൾ കടന്നു വരുമ്പോ ഈ കുടുംബത്തെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു തരികയാണ്, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും പടച്ചവനെ, എല്ലാവരും എനിക്കെതിരാണെങ്കിലും എന്റെ കൂടെ പടച്ചറപ്പുണ്ടല്ലോ. ആ അള്ളയുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ പേടി വേണ്ടത്? ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. ആ ഇബ്രാഹിം നബിയാണല്ലോ ബലിപെരുന്നാൾ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങൾ അനുസ്മരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ജനിച്ചപ്പോൾ തന്നെ നമ്രൂദിൽ നിന്ന് രക്ഷപ്പെടാൻ 15 മാസക്കാലം ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്കിരുന്ന പ്രവാചകനാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. ജനിച്ചപ്പോൾ തന്നെ 15 മാസക്കാലം ക്രൂരനായിരുന്ന മോശക്കാരനും വൃത്തികെട്ടവനുമായിരുന്ന നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി, ആ ഭരണാധികാരിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഗുഹയ്ക്കകത്തിരുന്ന ചരിത്രം ഞാനും നിങ്ങളും മറന്നുപോയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനനം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എവിടാ ജനിച്ചത്? വെടി കൊണ്ടതുപോലെ ഇരിക്കുക. എവിടാ ഇപ്പൊ ഇബ്രാഹിം നബി ജനിച്ചത്? സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രം പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനനം തന്നെ ഗുഹയ്ക്കകത്തായിരുന്നു. 15 മാസത്തോളം അതിനകത്താ കഴിഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ചെറുപ്പത്തിൽ തന്നെ പോരാട്ട വീര്യമുണ്ടായിരുന്ന പ്രവാചകനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ബാബിലോണിയയിലെ കൊട്ടാരത്തിന്റെ അടുത്ത് പൂജാരിയുടെ വീട്ടിൽ താമസിച്ചിട്ടും അവിടെ നിന്ന് ബഹുദൈവ ആരാധനയോട് ഒറ്റയ്ക്ക് പൊരുതിയ മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ അനുയായികളും തന്റെ കുടുംബക്കാരും എല്ലാവരും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടു. എല്ലാവരും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടിട്ട് പോലും തന്റെ കുടുംബത്തിലെ പിതാവാണ് വിഗ്രഹമുണ്ടാക്കുന്നത്. ആ കുടുംബത്തിൽ കഴിഞ്ഞിട്ട് പോലും പടച്ചവനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഏകദൈവ വിശ്വാസത്തിന്റെ പേരിൽ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും റബ്ബല്ല, വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞിട്ട് പോരാട്ടം നടത്തിയത് ചെറുപ്പത്തിലാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലഖദ് ആതൈനാ ഇബ്രാഹീമ റുസ്തഹു മിൻ ഖബൽ വകുന്നാ ബിഹി അലിമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറുപ്പകാലം മുതലേ പോരാട്ട വീര്യങ്ങൾ നടത്തുകയാണ്. ബഹുദൈവ വിശ്വാസത്തിന്റെ എതിരായി ആ ചെറുപ്പം മുതലേ പോരാട്ടം നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അവിടെ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. അവസാനം അല്ലാഹ് വിഗ്രഹങ്ങളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. അവസാനം നംനൂർ എന്ന് പറയുന്ന ഭരണാധികാരികളുടെ കിങ്കരന്മാര് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അവിടുന്ന് ചെറുപ്പത്തിൽ തന്നെ പിടിച്ചു കൊണ്ടുപോയി. അവസാനം പടച്ചവനെ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും അവിടുന്ന് കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതിനകത്തേക്ക് വലിച്ചെറിയാ തയ്യാറെടുക്കുമ്പോ ആ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിഞ്ഞതും ഒറ്റയ്ക്കായിരുന്നു സഹോദരാ. ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞതെന്തെന്നറിയുമോ? ലമ്മാ അൽഖാ ഇബ്രാഹിമു ഫിന്നാർ ഖാല അല്ലാഹുമ്മ ഇന്നക ഫിസ്സമാഇ വാഹിദാ അല്ലാഹുമ്മ ഇന്നക ഫിസ്സമാഇ വാഹിദാ വഅന ഫിൽ അർളി വാഹിദാ. നമ്രൂദിന്റെ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അമ്പും വില്ലും തയ്യാറാക്കി വെച്ച് അതിനകത്തേക്ക് എയ്ത് വിടാൻ പോകുമ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്ന, നബിയെ സഹായിക്കാൻ, നബിയെ രക്ഷപ്പെടുത്താൻ, നബിയെ ഒരു അനുവാദം നൽകിയാൽ ഈ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നക ഫിസ്സമാഇ വാഹിദാ. പടച്ച റബ്ബേ, ആകാശത്തിലിരിക്കുന്ന അല്ലാഹ് നീ ഏകനാണ്, നീ ഏകനാണ്. വഅന ഫിൽ അർളി വാഹിദാ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പോകുന്ന ഞാനും ഏകനാ അല്ലാഹ്. എന്നെ കൈവിടല്ലേ അല്ലാഹ്. എന്റെ റബ്ബ് നീയാണ്, എന്നെ സംരക്ഷിക്കവൻ നീയാണ്. പടച്ചവനെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോഴും അതാ ഈമാൻ എന്ന് പറഞ്ഞാൽ, അതാണ് യഖീൻ എന്ന് പറഞ്ഞാൽ, അല്ലാഹ് ഹൃദയത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പടച്ചവനെ ഏത് കൊടിയ പീഡനമുണ്ടല്ലോ, എത്ര വലിയ പീഡനങ്ങളാണെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു ചലനമില്ല, അവന്റെ ഈമാനിൽ ഒരു മാറ്റമില്ല, അവന്റെ വിശ്വാസത്തിൽ ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടമാറ കൊണ്ട് തല്ലിച്ചതച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കടന്ന് യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാൽ തങ്ങളുടെ വായിലേ കുടിച്ചു കൊടുക്കുകയാ. ഇവിടെ കിടന്ന് ചാകട എന്ന് പറഞ്ഞ് മദീനയുടെ തെരുവിലൂടെ കഴുത്തിലെ ചങ്ങലയിട്ട് വലിച്ചിട്ട് അതാ തെരുവിലൂടെ വലിച്ചിടച്ചുകൊണ്ട് നടക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു തആല അൻഹു എന്തിനാ ഇങ്ങനെ പീഡിപ്പിച്ചതെന്നറിയുമോ? എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ. അല്ലാഹ്
അള്ളാനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ചെയ്ത ബിലാലിനോട് ഇത്രയും ക്രൂരത കാണിച്ച ബിലാൽ തിരിച്ചു വരുമെന്ന് കരുതിയിട്ട് അതാ പടച്ചവനെ ബിലാലിന്റെ യജമാനന്മാരെ തല്ലിച്ചതയ്ക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞത് അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. തല്ലുന്നവന്റെ കൈകടയ്ക്കുന്നതല്ലാതെ ബിലാൽ തങ്ങളുടെ തീരുമാനത്തിലെ വിശ്വാസത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പീഡനങ്ങള് എത്ര വലിയ ക്രൂര പീഡനങ്ങളാകട്ടെ, നമ്രൂദിന്റെ കണ്ണിലാ ഇബ്രാഹിം നബിയുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന തീയുണ്ടല്ലോ, അതിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിയുകയാണ്. അത്രയും ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയാ തയ്യാറാകുമ്പോ ഇബ്രാഹിം നബി പറയുന്നു, അല്ലാ നീയും ഏകനാണ്, ആകാശത്തിലുള്ള നീ ഏകനാണ്. ഈ നമ്രൂദിന്റെ തീക്കൊണ്ടാരത്തിൽ ഭൂമിയിലേക്ക് ഇരിക്കുന്ന ഞാനും വലിച്ചെറിയുന്ന ഞാനും ഏകനാണല്ലാ, എന്നെ സംരക്ഷിക്കണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞപ്പോ കുല്യാനാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇത് കെട്ടുകഥയല്ലോ, ഇത് കെട്ടുകഥയല്ലോ. ആകാശത്തിലൂടെ പോകുന്ന പറവകൾ പോലും കരിഞ്ഞു വീഴുന്ന ഭയാനകമായ തീക്കുണ്ടാരത്തിന്റെ അകത്ത് ദിവസങ്ങളോളം 40ഓളം ദിവസങ്ങൾ അതിനകത്ത് കിടന്നിട്ട് ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു വരികയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്നത്തെ ഈ ഉമ്മത്ത് പഠിക്കാൻ, ഇന്നത്തെ ഈ സമുദായം പഠിക്കാൻ ഓരോ വർഷവും ബലിപെരുന്നാൾ കടന്നു വരുന്നത്. ഇടോ, ഇനി നിനക്ക് വരാൻ പോകുന്ന കാലം സുഖത്തിന്റെ കാലങ്ങളല്ല, നിനക്ക് ആഘോഷിക്കാനുള്ള കാലങ്ങളല്ല. ഓരോ വർഷം കഴിയുമ്പോഴും പീഡനങ്ങളും ത്യാഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും നിന്നെ തേടി തേടി വരികയാണ്. അതുകൊണ്ട് നിന്റെ ഈമാനിനെ ഒന്ന് പുതപ്പിക്ക്, നിന്റെ ഈമാനിനെ ഒന്ന് പുതുക്ക്, നിന്റെ ഈമാനിനെ നീ ഒന്ന് ഉറപ്പിക്ക്. ഇത് പഠിപ്പിക്കാനാണ് ഓരോ വർഷവും പരിശുദ്ധമായ ബലിപെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിറന്ന നാട്ടിൽ നിന്ന് ഷാമിലേക്ക് പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഓരോ ബലിപെരുന്നാളും വന്നിട്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തിനു വേണ്ടിയാ? ഈമാൻ ഉറയ്ക്കാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചരിത്രം പറയുകയാണ്, പിറന്ന നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. NRC ഒക്കെ വരുന്നതേ ഉള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മറന്നുപോയോ? ജനിച്ച നാട്ടിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പുറത്താക്കി. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ബന്ധുവായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബിയുടെ ഭാര്യ സാറാ ബീവിയും കുറെ ആളുകളുമായിട്ടാണ് ഷാമിലേക്ക് പോയത്. ഷാമിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകാൻ പോയപ്പോൾ അവിടുത്തെ ഭരണാധികാരി, പടച്ചോനെ പെണ്ണുങ്ങളെ കണ്ടാൽ കൊതി തോന്നുന്ന ഒരുത്തനാ അവിടുത്തെ ഭരണാധികാരി. അങ്ങനെ ചില രാജ്യത്തെ ആൾക്കാർ അങ്ങനെയാണല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടേക്ക് കടന്നു പോയപ്പോൾ അവിടുത്തെ രാജാവ് പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ, സുന്ദരികളായ പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ വിടാത്ത ഒരു ഭരണാധികാരിയുടെ നാട്ടിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് കടന്നുപോയത്. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ രാജ്യത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയും പ്രയാസങ്ങളും പീഡനങ്ങളുമായിരുന്നു. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ആ നാട്ടിൽ നിന്നാണ് അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ വല്ലാത്ത ചരിത്രങ്ങളുണ്ട്. അവസാനം അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവിടെ നിന്നാണ് മഹദി ഹാജറാ ബീബി റളിയല്ലാഹു തആല അൻഹ, ഹാജറാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് കിട്ടിയത്. ചരിത്രം അറിയുന്നു, സാറാ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വർഷങ്ങളായി മക്കളില്ല. അതൊരു വലിയ ചരിത്രമാണ്, നമ്മൾ പഠിക്കേണ്ട ചരിത്രമുണ്ട്. അതിനകത്ത് ഒരു വലിയ ഗുണപാഠമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ പിന്നെ രണ്ട് കെട്ടി ആരും ഇല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കേണ്ടത്, സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിഞ്ഞു, മക്കളില്ല, ഒരുപാട് കാലമായി മക്കളില്ല, പ്രായമുണ്ട്. ആ സമയത്താണ് സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നമുക്ക് മക്കളൊന്നും ഇല്ലല്ലോ, നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. ഇബ്രാഹിം നബി പറഞ്ഞില്ല,
മറ്റൊരു വിവാഹം കഴിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് രണ്ടാമതൊരു ഭാര്യയെ തിരഞ്ഞുകൊടുത്തത് ആരാ? ഇബ്രാഹിം നബിക്ക് രണ്ടാമത് വിവാഹം കഴിക്കാനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തത് ആരാ? മഹദിയായ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ. ആരെയാ തിരഞ്ഞെടുത്തത്? ആരെയാ? ഹാജറ ബീവി റളിയല്ലാഹു തആല. ഹാജറ ബീവിക്ക് ഗ്ലാമർ കുറവാ, മനസ്സിലാക്കണം. ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ തിരഞ്ഞെടുത്തത്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ കല്യാണം എല്ലാം കഴിഞ്ഞപ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി. അതിനോടൊപ്പം സാറാ ബീവിയും ഗർഭിണിയായി. രണ്ടുപേർക്കും മക്കളായി. അപ്പോൾ ചിന്തിക്കണം, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഭാര്യയായ ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും കൂട്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് പൊക്കോളാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതേ പറഞ്ഞേ, മക്കളായപ്പോൾ അവിടെ നിന്ന് എന്ത് പറഞ്ഞു? എടുത്തുകൊള്ളാൻ പറഞ്ഞു. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരെയും കൊണ്ട് മക്കയിലേക്ക് കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് മിനായിൽ ഇങ്ങനെ താമസിക്കുന്നത് കാരണം ഒന്ന് പോയി നമ്മൾ പോയിട്ട് തവാഫ് ചെയ്താലല്ലേ തഹല്ലുലാകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഒരുമിച്ച് പോകത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനും ഇപ്പോൾ CM വലിയുള്ളാഹി മക്കാമിൽ, മടവൂർ മക്കാമിൽ ജോലി ചെയ്യുന്ന മഹാനായ പാറന്നൂർ ഉസ്താദ്, അല്ലാഹു ഉസ്താദിൻ്റെ ഖബറിടം വിശാലാക്കി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെ മകൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു പോയി ഒന്ന് കഅബയിൽ പോയിട്ടൊന്ന് തവാഫ് ചെയ്ത് വരാം. കാരണം അത്ര ദൂരം ഒറ്റയ്ക്ക് പോകണം. അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് വൈകുന്നേര സമയത്തൊരു മഗ്രിബൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞു, ആ കാണുന്ന നടന്ന് ഒരു പാലം കാണിച്ചെന്ന്, ആ പാലത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വണ്ടി കിട്ടുമെന്ന്. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി നിന്നപ്പോൾ ഒരു ബസ് വന്നു. അവസാനം ആ ബസ്സിനകത്ത് ഹറമെന്ന് പറഞ്ഞ് കയറ്റുമെന്ന് പറഞ്ഞ് കൊണ്ടുവിടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ബസ്സിനകത്ത് കയറി. അല്ലാഹുവേ, അവസാനം ഇങ്ങനെ നോക്കുമ്പോൾ വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബസ് ഇങ്ങനെ പോവാ. ആകെ നോക്കുമ്പോൾ ക്ലോക്ക് ടവർ മാത്രം കാണാം, വേറൊന്നും കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ആ വണ്ടി പോകുന്ന റോഡ് മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാം അത് ഹറമിലേക്കല്ല പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ ഹാജിമാരാ. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പം തന്നെ ഈ പോക്കും രംഗമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അത്ര നല്ല ഒരു സാഹചര്യമല്ല എന്ന്. സത്യം പറഞ്ഞാൽ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്നൊരല്പ പൈസ എടുത്ത് ഞാൻ മാറ്റിവെച്ചു. കാരണം എനിക്ക് കാര്യം മനസ്സിലായി. ഒരല്പം പൈസ എടുത്ത് ഞാൻ മാറ്റിവെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, അവസാനം ആ ഹജ്ജിന് പോയി ഇഹ്റാം കെട്ടിയിരുന്ന ഹാജിയാക്കന്മാരായ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് വഴി നിർത്തിയിട്ട് നമ്മുടെ കയ്യിലിരുന്ന പൈസ പിടിച്ചു വാങ്ങിയിട്ട് ഇറക്കി വിട്ടു. ഇതൊരു അനുഭവമാണ്, പഠിക്കണം. ഞങ്ങൾ രണ്ടുപേരെയും ഉണ്ടായിരുന്ന പൈസ മുഴുവൻ, ആ ഒരു പൈസ മാറ്റിവെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് കഅബയുടെ മുന്നിൽ വരെ പോകാൻ പറ്റി. അവിടെ ഇറക്കി വിട്ടിട്ട് അവസാനം നമ്മൾ ഉള്ളതെല്ലാം പിടിച്ചു വാങ്ങിയിട്ട് ഇറക്കി വിടുന്നൊരവസ്ഥ. ഹജ്ജെന്ന് പറഞ്ഞാൽ വലിയ ത്യാഗമാണ്. നമ്മൾ ആലോചിക്കണം, ഒരു ഹാജിയോട് പോലുമുള്ള ചിലരുടെ പെരുമാറ്റം അതായിരുന്നു. അവസാനം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. അപ്പോൾ ഇങ്ങനൊരു വണ്ടി വന്നു, അതിൽ കൈ കാണിച്ചപ്പോൾ അവർ നല്ല മനുഷ്യൻ, ഇഹ്റാമിൻ്റെ വസ്ത്രമായതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ കയറ്റി ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടു. അവിടെ നിന്ന് പിന്നെ ഒരു വണ്ടി കയറി പിന്നെ എത്രയോ സഞ്ചരിച്ചാണ് ഹറമിൽ വന്നത്. രണ്ടുപേരും വലിയ മനസ്സ് വേദനിച്ചുകൊണ്ട് ഹറമിൻ്റെ മുന്നിൽ വന്ന് അൽഹംദുലില്ലാ തവാഫൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഇരുന്നപ്പോൾ ആ ദുഃഖത്തിന് പകരം അള്ളാഹു ഒരു സന്തോഷം തന്നു. ആ ഹജ്ജൊക്കെ തവാഫെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഹജറുൽ അസ്വദ് ഞാനൊന്ന് മുത്തിയിട്ട് വരട്ടെ. അപ്പം പറഞ്ഞു, എൻ്റെ പൊന്നാര കാസിമി, ഹജ്ജിൻ്റെ സമയം പറ്റൂല. എങ്കിലും അൽഹംദുലില്ലാ ഞാൻ പോയി ഹജറുൽ അസ്വദ് മുത്തിയിട്ട് തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്നാൽ നീ ഇവിടെ ഒന്ന് ഇരി, ഞാനും പോയിട്ട് വരട്ടെ. അദ്ദേഹവും പോയിട്ട് ഹജറുൽ അസ്വദ് മുത്തി. അൽഹംദുലില്ലാ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ ഒരു വലിയ പരീക്ഷണം അല്ലാഹു തന്നു. ആ പരീക്ഷണത്തിൽ ഹജ്ജിന് പോയ, ഉംറയ്ക്ക് പോകുമ്പോൾ പോലും ഹജറുൽ അസ്വദ് മുത്താൻ പറ്റൂല, അത്രയ്ക്കും തിരക്ക്. അപ്പോൾ ഹജ്ജിന് പോയിട്ട് മുത്തണമെങ്കിലോ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ വണ്ടിയിലൂടെ കൊണ്ടുപോയി 2 മലകൾക്കിടയിൽ കൊണ്ടുപോയി ഇപ്പത്തെ മക്കയിൽ കൊണ്ടുപോയി വിട്ടപ്പോൾ പോലും പേടിച്ചു പോയെങ്കിൽ അല്ലാഹുവേ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ചോര കുഞ്ഞിനെയും കൊണ്ടുപോയി മരുഭൂമിയിൽ ഇറക്കി വിട്ടു. പറവകൾ പോലുമില്ല.
വെള്ളമില്ല, വന്യമൃഗങ്ങളുള്ള ആ മലരാരുണ്യത്തിൽ സഫായും മറുവായും എന്ന് പറയുന്ന രണ്ട് മലകൾക്ക് നടുവിൽ കൊണ്ടുവന്ന് പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനെയും പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. കഴിക്കാൻ ഇത്തിരി ഭക്ഷണം കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാതെ പോവാ ഭർത്താവ്. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് തൻ്റെ വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് പോകുമ്പോൾ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, എന്തേ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ട് പോവാ, എങ്ങോട്ട് പോകാ? എത്ര ചോദിക്കുന്നു, മിണ്ടുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണോ സ്വന്തം തീരുമാനമാണോ? ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കണം. എൻ്റെ ഭർത്താവിന് ജോലിയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും, ഭർത്താവില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങൾ. ഭർത്താവ് ഒന്ന് കടന്നുപോയാൽ എന്തു ചെയ്യും? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ചോര കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് രണ്ട് മലകളുടെ നടുവിൽ ഒരു പറവ പോലുമില്ലാത്ത ആ പടുത്ത് കിടക്കുന്ന മലരാരണത്തിലെ പൊന്നുമോനെ മടിയിൽ വെച്ചിട്ട് ചോദിച്ചു ഇബ്രാഹിം നബിയോട്, അള്ളാന്റെ തീരുമാനമാണോ സ്വന്തം തീരുമാനമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാന്റെ തീരുമാനമാ. എന്നാ തിരിഞ്ഞു നോക്കാതെ പൊക്കോളി നിങ്ങൾ. അതാ ഭാര്യ, അതാ ഈമാൻ. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, അള്ളാഹുടെ തീരുമാനമാണെങ്കിൽ നിങ്ങൾ പൊക്കോ. കാരണം അള്ളാഹുവിനറിയാൻ ഞങ്ങളെ സംരക്ഷിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് തൻ്റെ വാഹനത്തിൽ കയറിപ്പോയി. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രിയപ്പെട്ട മകനെ മടിയിൽ വെച്ചിട്ട് വളർത്താൻ തുടങ്ങി. ചരിത്രം നമുക്കറിയാം. ഒരിറ്റു വെള്ളത്തിന് വേണ്ടി സഫയും മറുവയും കീറിയിറങ്ങിയ ഹാജറ ബീബി. വർഷങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഇസ്മായിൽ എന്ന പൊന്നുമകനെ കിടത്തിയിട്ട് പൊന്നുമകൻ കടന്ന് കരയുമ്പോൾ സഫാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറും. വെള്ളം വല്ലതും ഉണ്ടോ? പർവ്വതത്തിന്റെ മുകളിൽ ചെല്ലുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. ഒരൊറ്റ ഓട്ടം. വല്ല മൃഗങ്ങളും പിടിച്ചോ? മോനെ ഇല്ല. അടുത്ത് വന്നപ്പോൾ പൊന്നുമോൻ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അടുത്ത മലയുടെ മുകളിലേക്കും മറുവയുടെ മുകളിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി. സഫാ മറുവ, സഫാ മറുവ, ഇങ്ങനെ മറുവ സഫ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നടന്ന് അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് മറുവ മലയുടെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കണില്ല, തൻ്റെ പൊന്നാര മകൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ല. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടുകയാണ്. അല്ലാഹുവേ, തൻ്റെ മകന് താഴെ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് കരച്ചിൽ കേൾക്കുന്നത്. പക്ഷേ തൻ്റെ പൊന്നുമകൻ്റെ കരച്ചിൽ കേൾക്കാതെ വന്നപ്പോ എൻ്റെ പൊന്നുമോനെ വല്ലതും പിടിച്ചു തിന്നോ? പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി വരുന്ന ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ കാണുന്നത് ഇസ്മായിൽ എന്ന പൊന്നുമകനെ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് കാലിട്ടടിച്ച് കളിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് എവിടത്തെ വെള്ളം വറ്റിയാൽ എത്ര കുടിച്ചാലും വറ്റാത്ത സംസം കിണറുണ്ടല്ലോ. ആ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നാര മകനെ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് അള്ളാഹു കൊടുത്ത വെള്ളമാണ് സംസം വെള്ളം. അള്ളാഹുവേ, ചെന്ന് മതി വരുവോളം കോരി കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാ വെള്ളം വന്നേ. എന്താ സംസം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ വെള്ളം ഇങ്ങനെ മണ്ണൊക്കെ ചേർത്ത് വെച്ചിട്ട് സംസം എന്ന് പറഞ്ഞത് മതി എന്ന് എങ്ങനെ പറഞ്ഞ വാക്ക് തന്നെ ഇന്നത് സംസമായിട്ട് മാറിയത്. അള്ളാഹു അതിനേക്കാളും വലിയ ഔഷധമില്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചരിത്രം പറയുന്നു, പിന്നെ ആൾക്കാരൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ പറവകൾ വരും, യാത്രക്കാർ വരും, ആൾക്കാർ താമസം തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകനെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വന്നു. അങ്ങനെ ഇബ്രാഹിം നബി നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇബ്രാഹിം നബി നാട്ടിൽ വാപ്പാ, അല്ലാഹു പറയുന്നതനുസരിക്കു വാപ്പാ, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. വല്ലാത്ത മറുപടിയായിരുന്നു. ഇബ്രാഹിം നബിയുടെ കണ്ണ് നിറഞ്ഞു പോയി. പടച്ചവന് അവിടെ നിന്ന് വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഭാര്യയോട് പറഞ്ഞില്ല. പടച്ചവനെ, ഇബ്രാഹിം നബി പോകുമ്പോ ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് കടന്നു വരികയാണ്. മക്കത്ത് കടന്നു ചെല്ലുമ്പോ എന്തിനാ സഹോദരാ ജംറയിൽ പോയി കല്ലെറിയുന്നത്? വെറുതെയല്ല എറിയുന്നത്. അവിടെ പോയി നിന്നിട്ട്
എന്നിട്ട് 3 സ്ഥലങ്ങളിൽ പോയി കല്ലെറിയുന്നത് വെറുതെയല്ല. എന്തേ അതിന്റെ കാരണമെന്നറിയുമോ? മുസ്തലിഫയിൽ പോയിട്ട് പടച്ചവനെ അറഫാ ദിനത്തിന്റെ രാത്രിയായി കഴിഞ്ഞ എല്ലാവരും അതാ അസ്തമയം കഴിഞ്ഞാൽ അറഫയിൽ നിന്ന് പിന്നെ തിരക്കാണ്. എവിടേക്ക്? മുസ്തലിഫയിലെത്തണം. സുബഹിക്ക് മുമ്പേ മുസ്തലിഫയിലെത്തണം. അവിടെ പോയി താമസിക്കണം. അവിടെ നിന്ന് കല്ലെടുക്കണം. എന്നിട്ട് കൊണ്ടുപോയി എറിയാൻ. ഹജ്ജെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് പലരും വിമർശിക്കുന്നവരുണ്ട്. ഹജ്ജെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഇഹ്റാം കെട്ടുക. ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നേരെ മിനായി പോയി കിടക്കുക, തമ്പിനകത്ത് പോയി കിടക്കുക. അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് അറഫയിൽ പോയി നിൽക്കുക. അറഫ കഴിഞ്ഞാൽ നേരെ മുസ്തലിഫയിൽ പോയി കിടന്നിട്ട് കുറച്ച് കല്ല് വാരുക. അത് കഴിഞ്ഞാൽ വീണ്ടും പോയി മിനയിൽ കിടക്കണം. അവിടെ പോയിട്ട് ജംറയിൽ പോയി കല്ലെറിയണം 3-4 ദിവസം. ഇതാണ് ഹജ്ജ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ? അതിനൊക്കെ പഠിക്കാൻ കല്ലെടുക്കാൻ പറഞ്ഞ സ്ഥലം, അവിടെ നിന്നാണ് കല്ലെടുത്ത് എറിയാൻ, ഇബ്ലീസിനെ എറിയാൻ കല്ലെടുത്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്ക പോയിട്ട് ശൈത്താൻ പറഞ്ഞു, ചുമ്മാ നിനക്കെന്ത് വല്ല ഭ്രാന്തുണ്ടോ? മക്കളെയൊക്കെ വെട്ടിക്കൊല്ല, ദുസ്വപ്നങ്ങൾ വല്ല ഇങ്ങനത്തെ സ്വപ്നങ്ങളല്ല, പോടാ. ഹജറാ ബീവിയുടെ അടുത്ത് പോയി, ഉമ്മാൻ്റെ അടുത്തും പോയി, വാപ്പാൻ്റെ അടുത്തും പോയി. അപ്പോൾ അവർ കല്ലെറിഞ്ഞ് ഓടിച്ചതിൻ്റെ സ്മരണയിലാണ് അവിടെ കല്ലെറിയുന്നത്. ചരിത്രം പറയുന്നു, അവസാനം ഉമ്മാനോട് അറിഞ്ഞില്ല, നല്ല കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് പൊന്നുമോനെ വിടുക, പള്ളി നിസ്കരിക്കാൻ വിടുന്ന പോലെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി തൻ്റെ പൊന്നുമകനായി കടന്നു പോകുമ്പോൾ ചരിത്രം പറയുകയാണ്, കൊതി തോന്നാറുണ്ട്. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകുമാറാകട്ടെ. പടച്ചോനെ, നമ്മുടെ മക്കളുടെ കാര്യം വലിയ കഷ്ടപ്പെട്ടാ. നമ്മുടെയൊക്കെ മക്കളുടെ കാര്യം മൊബൈലിൻ്റെ മക്കളായി പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര വലിയ ദുൽമെന്നറിയോ? അള്ളാഹുവെ, എത്ര വലിയ ദുൽമാണ്. ഈ ഓൺലൈൻ ക്ലാസ് വന്നതോടുകൂടി കൊച്ചുകുട്ടികൾ മൊബൈലിൻ്റെ അടിമകളായിപ്പോയി. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മക്കളൊക്കെ എവിടെ എത്തുമെന്നൊരു പിടിയും കിട്ടണില്ല. നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. കൊച്ചുകുട്ടികൾ വല്ലാതെ ചിന്തിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വലിയ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ യൂട്യൂബിൽ കയറിയിട്ടൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല എങ്ങനെ ചെയ്യേണ്ടത്. വല്ലാഹി സത്യം. എൻ്റെ ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഇന്ന് വരെ, ഈ നിമിഷം വരെ എന്തുണ്ടെങ്കിലും സുൽഫിയ എനിക്ക് ചെയ്തു തരിക. എനിക്ക് യൂട്യൂബിനകത്ത് കയറിയിട്ടൊരു ഫോട്ടോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഒരു ഫോട്ടോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഞാനത് പഠിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ വൈഫും മകനും കൂടെ വല്ലാത്ത വഴക്ക്. എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൻ യൂട്യൂബിനകത്ത് നിന്നെങ്ങാണ്ട് ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുക, അത് ഡിലീറ്റ് ചെയ്തതിൻ്റെ പേരിലുള്ള വഴക്ക. ഞാൻ നോക്കുക, അത്ഭുത. അവൻ പോലും പഠിച്ചിരിക്കുക. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, റബ്ബേ എന്താണ്. 7 വയസ്സ്, ഇന്നലെ അവന് 7 വയസ്സ് തികഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അവനെ സ്വാലിഹായ സന്താനങ്ങളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അവൻ പോലും കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. ഉമ്മ അപ്പം അത് ചോദിക്കാതെ ചെയ്തതിൻ്റെ പേരിൽ ഡിലീറ്റ് ചെയ്തതിൻ്റെ അടിയിൽ നടക്കുക. ഞാനത് കേട്ടിട്ട് ഉറക്കത്തിൽ എഴുന്നേക്കണേ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, പടച്ചവൻ എന്താണ് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി എന്താകും? അല്ലാഹു ആലം. പണ്ടൊക്കെ മൊബൈൽ വേണമെങ്കിൽ ഉമ്മാടെയും വാപ്പാടെയും പുറകെ നടന്നിട്ട് ഒരിത്തിരി നേരം കിട്ടും ഗെയിം കളിക്കാൻ. ഇപ്പോൾ പിന്നെ ഉമ്മായും വാപ്പായും ഒന്ന് നിനക്ക് 2 നിനക്ക് മേടിച്ചു കൊടുത്തിരിക്കുക, ഇരുന്നോളാം. അള്ളാഹു കാക്കുമാറാകട്ടെ. പടച്ചവൻ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കുമാറാകട്ടെ. എന്താവുമെന്നറിയില്ല. ഒരു കാലം വരും, ആ കാലത്തൊക്കെ ഖിയാമത്ത് നാളാകുമ്പോൾ ഇതിനപ്പുറം ആകുന്ന അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി തൻ്റെ പൊന്നുമകനെ അറക്കാൻ കൊണ്ടുപോകുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ. പാപ്പ മകനെയും കൊണ്ട് പോകുന്ന രംഗം കയറും പിടിച്ച്, ഇതൊക്കെ വെറും കെട്ടുകഥയൊന്നുമല്ലല്ലോ. തൻ്റെ മകനെയും പിടിച്ച് കത്തിയും എടുത്തിട്ട് തൻ്റെ പൊന്നുമകനെയും പിടിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ വലിയൊരു പരീക്ഷണമായിരുന്നു. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകൻ്റെ കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് അറുക്കുമ്പോൾ മുറിയണില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെന്ത് അള്ളാഹു നോക്കിയതാണ്, ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചതാ. അവിടെയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി വിജയിക്കുകയാ ചെയ്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി തൻ്റെ പൊന്നുമകൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അറുക്കണില്ല. അവസാനം ആദം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ കൊടുത്തുവിട്ട ആടുമായിട്ട് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ, അതും വെറുതെ ദുനിയാവിന്ന് അങ്ങോട്ട് പോയ ആട് തന്നെ. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയ ആട് അവിടെ നിന്ന് തിരിച്ചു കൊടുത്തു വിട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നിട്ട് അത് അറുത്തു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോൾ, അന്ന് ആടിനെ എങ്ങാനും കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിക്കേ. ഇന്നൊരു പോത്തിനെയോ ആടിനെ അറക്കാൻ പറഞ്ഞിട്ട് വയ്യ, പിന്നെ ആ മക്കളെ അറക്കണത്. അല്ലാഹു ആലം.
ഒരു ഉദ്ഹിയ മൃഗത്തെ വാങ്ങിയ ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങിച്ചറക്കാൻ പറയുമ്പോൾ നമ്മളിൽ പലർക്കും അതിനുപോലും മനസ്സില്ല. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉദ്ഹിക്ക് അറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നാളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഇന്ന് ഞാനിങ്ങനെ മൊബൈൽ നോക്കുമ്പോൾ ഒരു പോത്ത് കേട്ടോ, നിങ്ങൾ നാളെ ഉദ്ഹിയ അറക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പോത്തിന് ഹാലിളകിയിട്ട് ഒരു അംഗനവാടിയുടെ മോളിൽ കയറി നിൽക്കണ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണം. അവസാനം ഫയർഫോഴ്സ് വന്നതിന് മോളിൽ ഇതൊന്ന് ഇറക്കാൻ. മൃഗത്തെ അറക്കണ സമയം നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്ന് പറഞ്ഞാൽ ചില ചെറുപ്പക്കാർക്ക് കളിയാ ഉദ്ഹിയ അറക്കുന്ന സമയത്ത് വീഡിയോ പിടിക്കുക. ഇങ്ങനെ എന്തിന്? ഉപ്പാന് കാണിച്ചു കൊടുക്കാനല്ല, യൂട്യൂബിലിടാൻ. അള്ളാഹുവിന് വേണ്ടി ബലിമൃഗം ഇസ്ലാം ഈ ഉമ്മത്തിന് നാണം കെടുത്ത എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നോക്കി നടക്കണ മനുഷ്യന്മാര്. ഇന്നലെ ഒരു വീഡിയോ കണ്ടു, വലിയ പെരുന്നാളിന് പോത്തിനെ അറക്കുന്നവർക്ക് കാണാൻ വേണ്ടി എളുപ്പത്തിൽ പോത്തിനെ മറിച്ചിടാൻ പറ്റുന്ന ഒരു വീഡിയോ. ഞാൻ എന്നിട്ട് കണ്ടില്ലേ, കഴുത്തിൽ കയറ് മുറുക്കി ഇതിലേക്കൂടെ കെട്ടിയിട്ട് വലിച്ചങ്ങിടുക. അറക്കൊന്നും വേണ്ട, തക്ബീർ പറയുന്ന ചത്താ മതിയില്ല, നരച്ചിക്ക്. നമ്മൾ പൊട്ടന്മാരാന്നമാരൊക്കെ വിചാരം. സുബ്ഹാനല്ലാഹ്. പണ്ടൊരാൾ കുറച്ച് അമുസ്ലിമീങ്ങളെ സഹോദരങ്ങളാ ഇറച്ചി വെട്ടാൻ വന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കുക, നിങ്ങളൊക്കെ എന്തിനാ ഉസ്താദെ ബുദ്ധിമുട്ടണേ? അവന്മാരറക്കും, അവസാനം തൊണ്ടേ കുത്തുമ്പോൾ ഒരു മുസ്ലിം മേടിച്ചു കുത്തിയാൽ പോരെയെന്ന്. അത്ര വരെ ഉള്ളൂ. ഇങ്ങനെയുള്ളവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ മാന്യമായ രീതിയിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബലിമൃഗത്തെ അറുക്കാനുള്ള കത്തി പോലും നേരത്തെ മുറിച്ചു കൂട്ടി വെക്കാനാണ് പറഞ്ഞത്. കാരണം എന്തേ? അത്രയും താമസിപ്പിക്കരുത്. ആ മൃഗത്തിനോട് കാണിക്കേണ്ട കരുണ അത് നിങ്ങൾ കാണാതെ നിങ്ങൾ നേരത്തെ കത്തി മൂർച്ച കൂട്ടി വെക്കണം. എന്തിന്? പെട്ടെന്ന് അറുക്കാൻ. ഓരോ മനുഷ്യന്മാര് ഒന്നിൻ്റെ മുന്നിലിട്ടാൽ മറ്റൊന്നിനെ അറക്കണത്. അള്ളാഹു കാക്കുമാറാകട്ടെ. 10-25 ആകുമ്പോൾ എൻ്റെ പൊന്നാര ചങ്ങായി ഊപ്പാട് വരും അള്ളാഹുടെ മുന്നിൽ പറഞ്ഞിട്ട്. മൃഗങ്ങൾ കൂടിക്കഴിയുമ്പോൾ എങ്ങനെങ്കിലും ഒന്ന് തീർത്താൽ മതി. എളുപ്പം വീട്ടിൽ പോകണം. പെരുന്നാൾ ആഘോഷിക്കാൻ പെണ്ണുമ്പിള്ളയായിട്ട് പോകണ്ടതല്ലേ? സെക്രട്ടറി ആയിപ്പോയി, പ്രസിഡന്റ് ആയിപ്പോയി, എന്ത് ചെയ്യാനാ? ഇന്നല്ലേ പറ്റൂ. വേണം ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങ്. അങ്ങനെ വിളിച്ചില്ലല്ലോ ആരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം. ഒന്നിൻ്റെ മുന്നിലിട്ട് മറ്റൊന്നിനെ അറുക്കുക. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്. ഞാൻ എവിടെയും ഒരു ചരിത്രം വായിച്ചു, അതിൻ്റെ ഗൗരവം നമുക്കറിയാഞ്ഞിട്ടാ. എത്രയോ ഹദീസുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോൾ അറുക്കാനുള്ള കത്തി മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് മൂർച്ച കൂട്ടണ്ടപ്പോൾ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പിതാവാണ് യാക്കൂബ് നബി. തൻ്റെ മകനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയി. തൻ്റെ മകനെ കാണാനില്ലാതെ കരഞ്ഞ് 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 കണ്ണിൻ്റെ കാഴ്ച ശക്തി പോലും നഷ്ടപ്പെട്ടു. അത്രയ്ക്കും കരഞ്ഞു. എന്തേ കാരണം? പല ചരിത്രങ്ങളും പറയുന്നുണ്ടെങ്കിലും സഹീഹാണോ എന്നറിയില്ലെങ്കിലും ഞാൻ വായിച്ച ഒരു ചരിത്രം പറയാം. ദാവൂദ് നബി, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരിക്കൽ ഒരു തള്ളയുടെ മുന്നിൽ വെച്ച് കുഞ്ഞിനെ അറുത്തു. മൃഗത്തെ തന്നെ അറുത്തത്, പക്ഷെ തള്ള കാണുന്ന രീതിയിൽ കുഞ്ഞിനെ അറുത്തു അത്രേ. അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ കുഞ്ഞിനെ അറുത്തു. അത് കണ്ട അമ്മ ആ മൃഗത്തിൻ്റെ മനസ്സിൽ, പശുവാകട്ടെ എന്തുമാകട്ടെ, അതിൻ്റെ മനസ്സിലുണ്ടായൊരു വേദന, കണ്ണിൻ്റെ മുന്നിലിട്ടുകൊണ്ട് കുഞ്ഞിനെ അറുക്കുന്നൊരു വേദന. ആ മൃഗം പോലും അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അർച്ചനെ, ഈ കുഞ്ഞ് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എന്താണെന്ന് നീ ഒന്ന് അറിയിച്ചു കൊടുക്കണേ അല്ലാ. കുഞ്ഞ് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു മാറ്റിയിട്ട് കാണിച്ചു കൊടുത്തു അതിൻ്റെ വേദന. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പള്ളിക്കമ്മിറ്റിക്കാർ പഠിക്കണം, ധൃതി കാണിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതിലൂടെ കിട്ടാൻ പോകുന്ന പണി അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, മാന്യതയുണ്ടാകണം ഏതൊരു കാര്യത്തിനും. ഇത്തിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. സമാധാനത്തിൽ 5-6 എണ്ണത്തിനെ ഒരുമിച്ച് കെട്ടിയിട്ടാൽ പ്രസിഡന്റിനെയും പിടിച്ചൊന്ന് മാറ്റി കെട്ടിയിടണം. പറ്റുമോ? നമ്മൾ ഒരെണ്ണ കയ്യും കാലും കെട്ടിക്കിട്ടിങ്ങൊന്ന് ഇടുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്കൂ. പെട്ടെന്ന് അറുക്കണം. അറുത്ത് കഴിഞ്ഞാൽ സുന്നത്താണ് അതിൻ്റെ കൈകാലുകളൊന്ന് അഴിച്ചുവിടാൻ. എന്തിന്? മരിക്കുമ്പോൾ പോലും ഇങ്ങനെ അടിച്ചടിച്ചു മരിക്കാൻ, സമാധാനത്തിൽ മരിക്കാൻ. കയ്യും കാലെല്ലാം കൂട്ടി അങ്ങോട്ട് കെട്ടിയിടുക എന്നിട്ട് അറുക്കുക ശരിയായ കാര്യമല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടുത്തെ രംഗങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വന്നിട്ട് ആദ്യത്തെ ഉദ്ഹിയ
എനിക്കറിയില്ലെങ്കിലും ഞാൻ പറയുക, നമ്മളിത് ചെയ്യുമ്പോൾ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ നമുക്കറിയാം പലരും അറക്കാൻ വിളിച്ചാൽ വരൂല്ല. കാരണം എന്ത്? പേടിയാ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ജീവനാണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അവസാനം അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പലരും അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പോൾ ഇത് അള്ളാഹുവിന് വേണ്ടി അറക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മതയും വിസ്മി പറഞ്ഞ് വെള്ളം കൊടുത്ത് അതിൻ്റെ നിയമങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരാം. എങ്ങനെയാണ് അറക്കേണ്ടത്, അറക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്താ, ഇൻഷാ അല്ലാഹ് നാളെ അതാ വേറൊന്നുമില്ല. അതാ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇന്നേ പറഞ്ഞത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ആ രീതിയിൽ വേണം അറക്കുന്നതിന് വേണ്ടി മാന്യതയോടുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ മൊബൈലും പിടിച്ചുകൊണ്ട് വരുന്നവന് ആ രക്തവും കുടലിടുന്ന കുഴിക്കകത്തെങ്ങനെ തള്ളിയിട്ടേക്കണം, അവൻ്റെ മൊബൈൽ അവിടെ കളഞ്ഞേക്കണം. ഒരിക്കലും എടുക്കാൻ വിടരുത്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കണം. നമ്മുടെ ഉമ്മത്ത്, നമ്മുടെ ചെറുപ്പക്കാർ പഠിക്കണം. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിടിച്ച് അള്ളാഹുവിന് വേണ്ടി അറക്കുന്നത് പോലും ഇങ്ങനെ കാണിക്കുന്നതിലൂടെ ഈ ഉമ്മത്തിന് നാണം കെടുത്തുക. എന്തെങ്കിലും പിഴവുകൾ വന്നുപോയാൽ അത് മറ്റുള്ളവർക്കെടുത്ത് പ്രചരിപ്പിക്കാനുള്ളൊരവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നുമകൻ അറുക്കാൻ കൊണ്ടുപോകുന്ന രംഗം, കൊണ്ടുപോകുന്ന രംഗമൊക്കെ തൻ്റെ മകൻ പറഞ്ഞ മറുപടികൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഈമാൻ വർദ്ധിക്കണം, നമ്മുടെ ഈമാനുകൾ വർദ്ധിക്കണം. അങ്ങനെ അത് വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ വർഷക്കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബലിപെരുമാൾ ഇങ്ങനെ കടന്നു വന്ന് ഈ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു നമുക്ക് ഈമാനിക ചൈതന്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിൽ രണ്ടേ രണ്ട് ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد. ഇസ്ലാമിൽ 2 ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ 2 ആഘോഷങ്ങൾ? പറഞ്ഞ ചങ്ങാതിമാരെ, ഓണവും ക്രിസ്മസും. ഓർമ്മയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. റമളാനിൻ്റെ വ്രതം, റമളാനിൻ്റെ നോമ്പ് അവസാനിച്ച് ശവ്വാലിൻ്റെ പിറ കണ്ടു കഴിഞ്ഞാൽ ചെറിയ പെരുന്നാളും അതുപോലെ തന്നെ വലിയ പെരുന്നാളും, ഈ 2 ആഘോഷങ്ങളാണ് മുസ്ലിം ഉമ്മത്തിനുള്ളത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ത്യാഗസ്മരണയിൽ ദുൽഹജ്ജ് 10 വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമാണ് വലിയ പെരുന്നാൾ. അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത വലഹു യൗമാനി യൽഅബൂന ഫീഹിമാ. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 2 ആഘോഷ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ മദീനത്തേക്ക് കടന്നു വരുമ്പോൾ പണ്ട് മുതലേ അവർ ആഘോഷിച്ചു കൊണ്ടിരുന്ന 2 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനിതാ നിങ്ങളിലേക്ക് വന്നപ്പോൾ ജാഹിലിയത്തിൽ നിങ്ങൾ ആഘോഷിച്ചിരുന്ന 2 ആഘോഷ ദിവസങ്ങൾ നിങ്ങൾക്കുള്ളതായി കാണുന്നില്ല. ആ ദിവസങ്ങളൊക്കെ പോയി. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഇന്ന് മുതൽ നിങ്ങൾക്ക് 2 ആഘോഷ ദിവസങ്ങളേ ഉള്ളൂ. അത് 2 പെരുന്നാളിൻ്റെ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഘോഷമെന്ന് പറഞ്ഞാൽ എന്താണ്? പെരുന്നാളിൻ്റെ ദിവസം ആഘോഷിക്കാനുള്ളതാണ്. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? പടച്ചവനെ, ഇന്നത്തെ ആഘോഷമെന്ന് പറയാൻ നമ്മൾ ഉൾക്കൊള്ളുന്നത് വേറെ പല കാര്യങ്ങളാണ്. പടച്ചവനെ, ഊട്ടിയിലും കൊടൈക്കനാലിലും വയനാടിലും തോന്നുന്ന സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകലല്ല, ബീച്ചുകളിലും പാർക്കുകളിലേക്ക് പോകലല്ല. പെരുന്നാൾ വരുമ്പോൾ കുടുംബസമേതം സിനിമാ തിയേറ്ററിൽ പോകുന്നവരുണ്ട്, കിളക്കായിട്ടൊരു പടം കാണാൻ പോകുന്നവരുണ്ട്. ഇന്ന് പെരുന്നാളല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 പെരുന്നാൾ ആഘോഷത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ ആഘോഷം?
നമുക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വേറെ പല കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടെന്നൊക്കെ പറഞ്ഞ പെരുന്നാളായി കഴിഞ്ഞാൽ പള്ളിയിൽ പോയി നിസ്കരിച്ചു, പെരുന്നാൾ കഴിഞ്ഞു. ഇന്ന് ഗൾഫിലൊക്കെ പെരുന്നാളായിരുന്നു. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താടാ ഉറക്കമാണോ? ഉസ്താദ് ഇന്ന് പെരുന്നാളല്ലായിരുന്നു, ഞങ്ങൾക്ക് പെരുന്നാളെന്ന് പറഞ്ഞാൽ ഉറങ്ങി തീർക്കാനുള്ള ദിവസം അത്ര തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെരുന്നാളെന്ന് പണ്ടത്തെ പെരുന്നാൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു, അൽഹംദുലില്ലാഹ് പാപ്പാടെ കൂടെ പോയി ഖബർ സിയാറത്തൊക്കെ ചെയ്തു, കുടുംബ വീട്ടിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഭക്ഷണം കഴിച്ചു, ഇതൊക്കെയായിരുന്നു. ഇന്നങ്ങനല്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭാര്യയോട് പറയും റെഡിയായി നിന്നോ, ഞാൻ വരുന്നുണ്ട്, വണ്ടി റെഡിയാക്കി പോവാ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതൊന്നുമല്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് കുടുംബ വീടുകളൊക്കെ സന്ദർശിച്ച് നന്ദി കാണിച്ചുകൊണ്ട് 5 വഖത്ത് ഖളാ ആകാതെ നിസ്കരിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് ആഘോഷിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.